നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് ഞാൻ ചെയ്ത വാർത്ത സിനിമ മേഖലയിലെ വിഷയങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിയേറ്ററിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ സമരം തുടരുകയാണ്. ഇപ്പോഴും ഫിയോക്കിൻ്റെ പ്രസിഡന്റാണ് ആ സമരം പ്രഖ്യാപിച്ചത്. മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല 23-23 തീയതി മുതൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയും നിർമ്മാതാക്കൾ നൽകുന്ന കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടാണ്, പ്രൊജക്റ്റും കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ ഇപ്പോഴും അതേ ഇതിൽ തന്നെ നിൽക്കുന്നു. കണ്ടൻറ്റ് പുതിയ തിയേറ്ററുകൾ നിർമ്മാതാക്കൾ പറയുന്ന കണ്ടൻറ്റ് മാസ്റ്റർ ചെയ്യണം, ആ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകണം, പ്രൊജക്റ്റ് അവർക്ക് വാങ്ങിവെക്കാം, അത് നിർമ്മാതാക്കളല്ല പ്രൊജക്റ്റ് കൊടുക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ദിലീപും, അതായത് ഫിയോക്കിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും നിർമ്മാതാക്കളുടെ ഓഫീസിലെത്തുകയും പിന്നീട് മീറ്റിംഗ് ചേരുകയും വിജയകുമാർ പറഞ്ഞ കാര്യത്തിൽ ഒന്നും പിന്തിരിയണം, വിജയകുമാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപ് പറയുണ്ടായിരുന്നു താൻ പുറത്തായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് സമരം എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും വിജയകുമാറും അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് ദിലീപ് ഉറപ്പ് നൽകിയാണ് ദിലീപ് കടന്നു പോയത്. ദിലീപ് ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായി ഫിയോക്കിൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ദിലീപ് അടിയന്തരമായി ജനറൽ ബോഡി വിളിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. 27-ാം തീയതി ഫിയോക്കിൻ്റെ അടിയന്തര ജനറൽ ബോഡി മീറ്റിംഗ് ചേരുകയാണ്. അവിടെ സമരം പിൻവലിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട്. വിജയകുമാറിൽ വലിയ സമ്മർദ്ദമാണ് സമരം പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിജയകുമാർ ആ സമരം പിൻവലിക്കുകയോ അസോസിയേഷൻ ഒന്നായ ജനറൽ ബോഡി കൂടി തന്നെയാണ് ഈ സമരം തീരുമാനിച്ചത്, പിന്നീട് വിജയകുമാറിലേക്ക് മാത്രം എത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അതിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് സോണി വൈസ് പ്രസിഡന്റ് ഇതിൽ നിന്നും മാറി നിന്നു, അതോടൊപ്പം തന്നെ ബോബിച്ചാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം സിയാദ് കോക്കർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം, ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് ഇദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാതാക്കൾ, അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ ഫിയോക്കിനെതിരെ ഫെപ്ക രംഗത്ത് വന്നു, താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നു. ഒരു കാരണവശാലും സമരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് പോയത്. ഇന്നലെ ലിസ്റ്റു സ്റ്റീഫൻ്റെ അഭിമുഖത്തിൽ വ്യക്തമായിരുന്നു, മലയാള സിനിമയോട് എന്താണ് ഇത്ര എതിർപ്പ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ലിസ്റ്റു സ്റ്റീഫൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം മുന്നിട്ട് നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഫിയോക്കിൻ്റെ ജനറൽ ബോഡി വിളിക്കാൻ തീരുമാനമായിരിക്കുന്നു. ദിലീപ് ഇടപെട്ടാണ് ജനറൽ ബോഡി വിളിക്കാൻ തീരുമാനമായിരിക്കുന്നത്. അത് അംഗങ്ങൾക്കെല്ലാം കത്ത് നൽകിയിട്ടുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 27-ാം തീയതി ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമരം പിൻവലിക്കണമെന്ന് തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് നമ്മൾ സംസാരിക്കുന്നു, സജി നന്ദ്യാട്ട്. ചേംബറിൻ്റെ മീറ്റിംഗ് 28-ാം തീയതി ചേരാനിരിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു സമരപ്രഖ്യാപനം നടന്നത്. അത് ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷറിൻ്റെ സാന്നിധ്യത്തിൽ സമരപ്രഖ്യാപനം നടന്നത്, അതും ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് പറഞ്ഞു. അതൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം വന്നു. അപ്പോൾ സജി നന്ദ്യാട്ട് പറഞ്ഞത് 28-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ഉച്ച കഴിഞ്ഞ് ഇതര സംഘടനയുടെ മീറ്റിംഗ്, ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫിയോക്കും നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും ചേർന്നുള്ള ഒരു മീറ്റിംഗ് വിളിക്കും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് നിർമ്മാതാക്കൾ രേഖാമൂലം കത്ത് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വിജയകുമാർ ഈ സമരം പ്രഖ്യാപിച്ചത്, സമരം പിൻവലിച്ചതിന് ശേഷം മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടനയും ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല, ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ കത്ത് ലഭിച്ച കാര്യം സജി നന്ദ്യാട്ട് ഇന്നലെ രാത്രി തന്നെ നമ്മൾ അറിയിച്ചു. കത്തുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് സജി നന്ദ്യാട്ട് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടും കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടന അടുത്ത ദിവസം മീറ്റിംഗ് ചേരും. ചൊവ്വാഴ്ചയൊക്കെ മീറ്റിംഗ് ചേർന്ന് അവരൊരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയും അത്തരമൊരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് വാർത്താ സമ്മേളനത്തിലേക്ക് പോകും. വലിയ രീതിയിൽ തന്നെ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വിജയകുമാറിന് ഇനി തലപ്പത്ത് തുടരുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. വിജയകുമാർ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ സമരം പിൻവലിച്ചേ പറ്റുള്ളൂ. സമരം പിൻവലിച്ചുകൊണ്ട് തന്നെ ഖേദപ്രകടനം നടത്തേണ്ടതായി വരുമെന്നാണ് ഈ മറ്റ് സംഘടനയിൽ നിന്നും കിട്ടുന്ന വിവരം. അതോടൊപ്പം വിജയകുമാർ കഴിഞ്ഞ ദിവസം മറ്റ് മാധ്യമങ്ങളിൽ വന്ന, ഫേസ്ബുക്കിലൊക്കെ വന്ന പോസ്റ്റ് വെച്ച് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വിജയകുമാറിൻ്റെ വാക്ക്, അതൊരു എന്താണ് വിജയകുമാർ ഇരട്ടത്താപ്പ് പോലെ പറയുന്നതെന്ന് എനിക്ക് പോലും
മനസ്സിലാകുന്നത്. കാരണം സമരം പ്രഖ്യാപിച്ച മാധ്യമങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ച് വാർത്താസമ്മേളനത്തിൽ 23-ാം തീയതി മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറയുന്ന തിയേറ്ററുകളിൽ സിനിമ നൽകുന്ന പ്രൊഡ്യൂസർമാർ വന്നാൽ ഞങ്ങൾ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണോ വിജയകുമാർ പറയുന്നത് ഞങ്ങൾ സമരമായിട്ടില്ല, ഞങ്ങൾ സിനിമകൾ വന്നാൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന വിജയകുമാർ ആ അടിസ്ഥാനത്തിലാണോ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എങ്കിൽ തിയേറ്റർ ഉടമകൾ പറയുന്ന ചില ഇടങ്ങളിൽ സിനിമ കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിർമ്മാതാക്കളും വിതരണക്കാരും ഉള്ളത്. അവർക്ക് സിനിമ നൽകിക്കൊണ്ട് ഒരു ചർച്ചയുമില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ തിയേറ്ററുമായിട്ട് സഹകരിക്കില്ല എന്ന് ഇവരും വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോഴും ചൂടേറിയ ചർച്ചകളാണ് പല സംഘടനകളിൽ നടക്കുന്നത്. അവസാന കാര്യമെന്ന നിലയിൽ തന്നെയാണ് ദിലീപിൻ്റെയും ഒരു ഇടപെടലുണ്ടായത്. ദിലീപും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെയും ഇടപെടലുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പറഞ്ഞതനുസരിച്ച് 27-ാം തീയതി ഫിയോക് സംഘടനയുടെ മീറ്റിംഗ് ചേരുന്നു, ജനറൽ ബോഡി ചേരുന്നു. അതിൽ കാര്യങ്ങൾ വ്യക്തത വരുത്തണം. അവിടെ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും എതിർപ്പുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇറങ്ങിയ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമരം മറ്റ് സിനിമകൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മറ്റ് സിനിമ ചെറിയ സിനിമകളാണ്. ഈ പറയുന്ന ചെറിയ സിനിമകൾക്ക് വലിയ സ്പേസ് ഇനി തിയേറ്ററിലുണ്ടാവില്ല. ഇതെല്ലാം സൂപ്പർ ഹിറ്റ്. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്നു. മറ്റ് മമ്മൂക്കായുടെ പടവും പ്രേമലവും അന്വേഷിക്കും കണ്ടെത്തും ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിട്ട് ഓടുമ്പോൾ മറ്റ് ചെറിയ സിനിമകൾക്ക് സ്പേസ് ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സമരം പിൻവലിച്ചുകൊണ്ട് വിജയകുമാർ കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെയും സംഘടനയും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 27-ാം തീയതിയിലത്തെ അടിയന്തര ജനറൽ ബോഡി, 28-ാം തീയതിയിലത്തെ ചേംബറിൻ്റെ മീറ്റിംഗ്, ഇതെല്ലാം എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് എങ്ങനെയായിരിക്കും ഇത് ഒത്തൊരുമയോടുകൂടി പോവുക എന്ന കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.